ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ആണവ വിഷയത്തിൽ ഒന്നും സമ്മതിച്ചിട്ടില്ല. ആണവ നിരീക്ഷകരെ പ്രവേശിപ്പിക്കുവാൻ ഇറാൻ അനുമതി നൽകിയെന്ന വാൻസിന്റെ വാദം തള്ളി ഇറാൻ. രാജ്യത്തേക്ക് ആണവ നിരീക്ഷകരെ പ്രവേശിപ്പിക്കുവാൻ ഇറാൻ അനുമതി നൽകിയെന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വാദം തള്ളി ഇറാൻ. ആണവ വിഷയത്തിൽ പുതിയ കാര്യങ്ങളൊന്നും തന്നെ സമ്മതിച്ചിട്ടില്ലെന്നും ആദ്യവട്ട ചർച്ചയിൽ ആണവ വിഷയം ചർച്ച ചെയ്തില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുമ്പോൾ ആ പണം എന്തു ചെയ്യണമെന്ന് അമേരിക്ക തീരുമാനിക്കുമെന്നും വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഖത്തറിൽ ഗ്യാസ് ഫാക്ടറിയിലുണ്ടായ സ്ഫോടനം, മരിച്ചവരിൽ 12 പേർ ഇന്ത്യക്കാർ. ഖത്തർ റാസ് ലഫാൻ വ്യവസായ മേഖലയിലെ ഗ്യാസ് ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരിൽ 12 പേർ ഇന്ത്യക്കാരെന്ന് ഇന്ത്യൻ എംബസി. ഖത്തർ അധികൃതരെ ഉദ്ധരിച്ച് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് എംബസി ഇക്കാര്യം അറിയിച്ചത്. സ്ഫോടനത്തിൽ 13 പേരാണ് മരിച്ചത്. ആക്രമണമല്ല, അപകടമാണുണ്ടായതെന്ന് ഊർജ്ജമന്ത്രി സ്ഥിരീകരിച്ചു. ഡോക്ടർ KJ റീനയെ നീക്കിയ നടപടി സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് സർക്കാർ അപ്പീലിൽ വിധി ഇന്ന്. ആരോഗ്യ വകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഡോക്ടർ KJ റീനയെ നീക്കിയ നടപടി സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള സർക്കാരിന്റെ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വൈകിട്ട് 4 മണിക്ക് ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രനും S മുരളീകൃഷ്ണയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക. ഡോക്ടർ KJ റീനയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി ഫെബ്രുവരിയിൽ അവസാനിച്ചെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മമത ഔട്ട്. TMC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മമത ബാനർജിയെ നീക്കി വിമതപക്ഷം. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മമത ബാനർജിയെ നീക്കിയെന്ന വിമതപക്ഷം. അരൂപ് റോയ് പുതിയ അധ്യക്ഷനെന്ന് വിമതപക്ഷം ചേർന്ന യോഗത്തിൽ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉടൻ വിവരം അറിയിക്കുമെന്നും ഋതബ്രത ബാനർജി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയെ സസ്പെൻഡ് ചെയ്തതായും വിമതപക്ഷം പ്രഖ്യാപിച്ചു. മെസ്സിയുടെ ഇരട്ട പ്രഹരം, ഓസ്ട്രിയൻ പ്രതിരോധം തകർത്ത അർജന്റീന 2ാം ജയം. ഫിഫ ലോകകപ്പിൽ 2ാം ജയം സ്വന്തമാക്കി അർജന്റീന. എതിരില്ലാത്ത 2 ഗോളിനാണ് അർജന്റീനയുടെ ജയം. ലയണൽ മെസ്സിയാണ് ടീമിനായി 2 ഗോളും നേടിയത്. 38ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറന്നത്. ഗോൾ രഹിതമായി തുടർന്ന 2ാം പകുതിയുടെ ഇഞ്ചുറി ടൈമിലാണ് മെസ്സിയുടെ 2ാം ഗോൾ എത്തിയത്. പ്രസ് ഗെയിമിലൂടെ അർജന്റീനയ്ക്ക് മത്സരം കഠിനമാക്കിയായിരുന്നു ഓസ്ട്രിയയുടെ കളി. മത്സരത്തിന്റെ തുടക്കത്തിൽ ലഭിച്ച പെനാൽറ്റി മെസ്സി പാഴാക്കിയിരുന്നു. ഇടിമിന്നൽ എംബാപ്പെ, ഇറാഖിനെ തകർത്ത ഫ്രാൻസ് നോക്കൌട്ടിൽ. ലോകകപ്പ് ഫുട്ബോളിൽ ഇറാഖിനെ 3 ഗോളുകൾക്ക് തകർത്ത ഫ്രാൻസ് നോക്കൌട്ടിൽ. കിലിയൻ എംബാപ്പെ 2 ഗോൾ നേടി. ഉസ്മാൻ ഡംബലെയാണ് 3ാം ഗോൾ നേടിയത്. കനത്ത മഴയും ഇടിമിന്നലും മൂലം മത്സരത്തിന്റെ 2ാം പകുതി തുടങ്ങുവാൻ വൈകിയത് 2 മണിക്കൂറോളം. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു മത്സരം കാലാവസ്ഥാ പ്രശ്നം മൂലം തടസ്സപ്പെടുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.